ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എങ്ങനെ ഈ ഒരു സ്മാർട്ട് ഫോൺ ടെക്നോളജി റിപ്പയറിംഗ് മേഖലയിൽ ഒരു സക്സസ്ഫുൾ ടെക്നീഷ്യൻ ആവാം എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ മറ്റുള്ള വളച്ചുകെട്ടലുകളൊന്നുമില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ നിന്ന് ഔട്ടാവുന്നുമുണ്ട് അല്ലേ. ഒരുപാട് പേര് ഔട്ടാവുന്നത് കൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ മേഖലയിൽ നിലനിൽക്കാനും കഴിയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പലരും ഈ മേഖലയിൽ നിന്ന് ഔട്ടാവുന്നത്, അല്ലെങ്കിൽ പലർക്കും ഈ ഒരു മേഖലയിൽ സക്സസ് ആവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് നോക്കാം. പലരും ഈ ഒരു കോഴ്സ് 6 മന്തോ അല്ലെങ്കിൽ 1 ഇയർ 10 മന്ത് അല്ലെങ്കിൽ 3 മന്ത് 1 മന്ത് ഇനി പലരും കോഴ്സ് ചെയ്യാണ്ട് മറ്റുള്ള ഷോപ്പുകളിലൊക്കെ കയറി എന്ത് ചെയ്യും, ഈ ഒരു വർക്ക് പഠിച്ചെടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? കാരണം പലരും ഒരേ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ഒരേപോലെ ട്രെയിനിങ് കഴിഞ്ഞവരായിരിക്കാം, പക്ഷെ അവർ ഈ ഒരു മേഖലയിൽ ഉണ്ടാവില്ല. പക്ഷെ അവരുടെ കൂടെ പഠിച്ചവരൊക്കെ ചിലപ്പോൾ നല്ല നിലയിൽ അല്ലെങ്കിൽ നല്ല ഉയർന്ന ശമ്പളത്തിൽ ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ തന്നെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർ മാത്രം സക്സസ് ആവുന്നത്, ചിലർ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല? നമുക്ക് നോക്കാം. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആദ്യം വേണ്ടത് നമുക്കൊരു വളരെയധികമായിട്ടുള്ള ഈ ഒരു മേഖലയിലുള്ള താല്പര്യമാണ്, ഇൻട്രസ്റ്റാണ്. നമ്മൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഉയർന്ന ശമ്പളം വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ നല്ല ഹൈ ലെവൽ ഒരു ലൈഫാണ് കൊണ്ടുപോകുന്നത് എന്ന് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഈ ഒരു മേഖലയിൽ മെയിനായിട്ട് സ്വന്തമായിട്ട് ഒരു താല്പര്യം ഉടലെടുക്കണം. എന്നാൽ മാത്രമാണ് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ ഇൻട്രസ്റ്റുകൾ മറ്റൊന്നാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് ഇതിലേക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഈ ഒരു മേഖലയാണ്, ഈ ഒരു മേഖലയിൽ വന്നുകൊണ്ട് ഇതിനെ മാക്സിമം പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ സക്സസ് ആവാം. നമുക്കറിയാം, ഒരേ സ്ഥാപനത്തിൽ നിന്ന് തന്നെ പഠിച്ച ചിലപ്പോൾ ഒരു ബാച്ചിൽ 10 ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബാച്ചിൽ ഒരു 3-4 പേര് മാത്രമായിരിക്കാം ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്നത്. അതും ചിലപ്പോൾ ചുരുങ്ങിയ ശമ്പളത്തിലായിരിക്കാം, ചിലപ്പോൾ സക്സസ് ആയിട്ടുള്ള ഒരു ഹൈ ലെവൽ സാലറി ഒന്നും വാങ്ങിയിട്ടായിരിക്കണം എന്നുമില്ല. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും നമുക്ക് കോഴ്സ് കഴിഞ്ഞാൽ അവർ നമുക്ക് ട്രെയിനിങ് സെറ്റാക്കി തരാറുണ്ട്. ഈ ട്രെയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമാണ്, നമ്മുടെ ഒരു സർവൈവൽ ടൈമാണ്. ഇപ്പോൾ കോഴ്സ് ഒരു 6 മന്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 4 മന്ത് കോഴ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു 1 ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർവൈവൽ ടൈമാണ്. നമ്മൾ ആ ഒരു 1 ഇയർ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർവൈവൽ ടൈമിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ ഒരു മേഖലയിൽ പിന്നീട് നമുക്ക് നിലനിൽപ്പുള്ളൂ. പലരും കോഴ്സ് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് കയറുമ്പോൾ തന്നെ ഈ ഒരു മേഖലയിലൂടെ വെറുപ്പ് തോന്നുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖല ഇവിടെ വല്ലാത്തൊരു മടുപ്പ് തോന്നിയിട്ട് നിർത്തിപ്പോകുന്നവരുണ്ട്. ഇനി മതി, ഇനി ഈ മേഖലയിലേക്കില്ല, മറ്റെന്തെങ്കിലും ജോലിക്ക് പോവാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചില ആളുകൾ ട്രെയിനിങ് ഒക്കെ ഫിൽ ചെയ്യും ജോലിക്ക് വേണ്ടി പുറത്തെങ്ങോട്ട്. ഇപ്പോൾ നമ്മുടെ വീടിനോട് ചുറ്റിപ്പറ്റിയൊന്നും നമുക്ക് ചിലപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കണം എന്നില്ല. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഈ മേഖലയിൽ നിൽക്കാൻ കഴിയില്ല. നമ്മൾ അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും വിടും, അവിടെ ചെല്ലും, അവിടെ ഫുഡ് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡൊന്നും കിട്ടണമെന്നില്ല. അതിപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ഈ മേഖല എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. വീട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ഫുഡൊന്നും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ വീട് സൗകര്യം ഉണ്ടാവണമെന്നില്ല, കിടക്കുന്ന റൂമോ കാര്യങ്ങളോ വീട്ടിലുള്ള പോലെ വൃത്തി ഉണ്ടാവണമെന്നില്ല, ബാത്റൂം ഇതൊക്കെ എല്ലാം നോക്കണം അല്ലേ. നമ്മളൊരു സ്ഥലത്ത് പോയാൽ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളവിടെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന അവിടുത്തെ പല ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ട് വല്ലാണ്ട് ഒരു മാനസികമായിട്ട് മടുപ്പ് തോന്നി ഈ ഒരു മേഖല അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് പോരുകയാണെങ്കിൽ ഒരിക്കലും ഇതിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഈ ഒരു സർവൈവൽ ടൈമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ അതൊക്കെ നല്ലതിനാണ് എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ വരും കാലം എനിക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു 1 ഇയറിൽ വരുന്ന കഷ്ടപ്പാടുകളൊക്കെ സഹിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കും ഈ ഒരു മേഖലയിൽ. ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞ 1 ഇയർ ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെയധികം റിപ്പയർ അല്ലെങ്കിൽ ഫോണുകൾ റിപ്പയർ ചെയ്യാൻ കഴിയണമെന്നില്ല, നമുക്ക് അത്ര തന്നെ അറിവുണ്ടാവണമെന്നില്ല. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ അറിവുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പിന്നീട് ഒരു മെയിൻ ടെക്നീഷ്യൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ആ ടെക്നീഷ്യൻ പറയുന്നത് കേട്ട് അവൻ പറയുന്നത് അനുസരിച്ച് നിൽക്കേണ്ടി വരും. ചില ആളുകൾക്ക് അത് കഴിയില്ല. അവൻ ആരാ എന്നെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അവൻ എന്തിനാ അത് പറഞ്ഞു തന്നെ, അവൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഞാൻ എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും.
അപ്പോൾ പക്ഷേ ഇതൊക്കെ ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മേഖലയിൽ കുറച്ച് എക്സ്പീരിയൻസ് ആവുന്നത് വരെ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്നതാണ് നമ്മുടെ സാലറി, അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് നമുക്കൊരിക്കലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് ഇന്ന രീതിയിൽ ഇന്ന ശമ്പളത്തിൽ ഇന്ന ഏരിയകളിൽ ജോലി വേണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം നമുക്കൊരു ശമ്പളം പോലും എനിക്ക് ഇത്ര വേണം, എനിക്കൊരു 30,000 വേണം, എനിക്കൊരു 40,000 വേണമെന്ന് നമ്മളൊരു സർവീസ് സെൻറ്ററിനോട് നമുക്ക് ചോദിക്കണമെങ്കിൽ അത് ചോദിക്കാനുള്ള അത്രയും തന്നെ കഴിവ് അല്ലെങ്കിൽ അത്രയും തന്നെ എക്സ്പീരിയൻസ് എനിക്കുണ്ടോ എന്ന് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഒന്ന് ചോദിച്ച് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം എനിക്കത് കിട്ടൂല എന്ന്. പക്ഷേ നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു 1 ഇയർ ഒക്കെ ഈ ഇത്തരം കാര്യങ്ങൾ ശമ്പളമൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട, ആ ഒരു 1 ഇയർ നിങ്ങളുടെ പഠന ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ടൈം കൊണ്ട്, കാരണം 1 ഇയർ എന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ല, വലിയൊരു സമയം തന്നെയാണ്. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഇതിൽ വരുന്ന വർക്കുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കഴിയും, നല്ലൊരു എക്സ്പീരിയൻസ് ആക്കാൻ കഴിയും, പിന്നീട് നിങ്ങൾക്ക് എന്ത് വർക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു സർവൈവൽ ടൈമിൽ ആര് പിടിച്ചു നിൽക്കുന്നോ അവർക്ക് പിന്നീട് നിലനിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, സക്സസ് ആവാം. പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്ഡേഷൻ. ഈ മേഖലയിൽ അപ്ഡേറ്റ് ആയി നിൽക്കുന്നവർക്ക് മാത്രമായിരിക്കും പിന്നീട് നിലനിൽപ്പുള്ളത്. കാരണം ചില ആളുകൾ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരും, എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കും, എന്നിട്ട് അവർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നാട്ടിലുള്ള മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ, ചിലപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്നവരാണെങ്കിൽ അതിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂലിപ്പണിക്ക് പോകുന്നവരാണ് ആ ഒരു പണിയിലേക്ക് എന്ത് ചെയ്യും, ഇറങ്ങും. കാരണം അവർക്ക് എന്തെങ്കിലും കുറച്ച് ക്യാഷ് ആവശ്യം ഉണ്ടാവും, അത് വേണ്ടിയിട്ടായിരിക്കും അതിലേക്ക് ഇറങ്ങും. അങ്ങനെ അതിലോ 2-3 മാസം നിൽക്കും, വീണ്ടും തിരിച്ച് ഈ ഒരു മേഖലയിൽ എവിടെയെങ്കിലും വേക്കൻസി കിട്ടുമ്പോൾ അങ്ങോട്ട് കയറും, വീണ്ടും അങ്ങോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് നടക്കുകയാണെങ്കിൽ അവനക്ക് പ്രത്യേകിച്ച് യാതൊരു അപ്ഡേഷനും കിട്ടുന്നില്ല. അവന് വരുന്നതല്ല എന്നല്ലാതെ അവനക്ക് പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ വരുന്നില്ല. അവനക്കും ഈ ഒരു മേഖലയിൽ അധിക കാലമൊന്നും നിലനിൽക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കുന്ന ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണ്, വെറും 20 അല്ലെങ്കിൽ 30 ഇത്ര പെർസെൻറ്റേജ് മാത്രമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുക. കാരണം അവിടെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പക്ഷെ ആ ബേസ് ഉണ്ടാവണം നമുക്ക്. ആ ബേസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വർക്കും ചെയ്യാൻ കഴിയില്ല. ആ ബേസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ആ ഒരു ബേസ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇതോടുകൂടി എൻ്റെ പഠനം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അത് മാത്രം മതി എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിങ് ടൈം, അതുപോലെ പിന്നീട് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എത്ര കാലം വർക്ക് ചെയ്യുമോ അത്രയും കാലം നമ്മൾ ആ കോഴ്സ് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു പുതിയ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇതെനിക്ക് കഴിയില്ല, ഇതെന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്ഡേഷൻ കിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു പുതിയ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ മാർക്കറ്റിൽ വന്നു, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, യൂട്യൂബായിട്ടോ അല്ലെങ്കിൽ ഗൂഗിളായിട്ടോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ഡേറ്റഡ് ആവാൻ കഴിയുള്ളൂ. പിന്നെ കഴിയുമെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലൊരു അപ്ഡേഷൻ ക്ലാസ്സിനൊക്കെ അല്ലെങ്കിൽ ഒരു കോഴ്സിനൊക്കെ പോകാൻ ശ്രമിക്കാം. ഇപ്പോൾ പലർക്കും നല്ല ഷോപ്പുകളിൽ തന്നെ ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ ഇത്തരം ആളുകൾ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, നോർമൽ വർക്കുകളിലൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു അപ്ഡേഷൻ കോഴ്സിന് കൂടി പോകാൻ ശ്രമിക്കുക. അപ്ഡേഷൻ കോഴ്സിന് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവാൻ കഴിയും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ട്രെയിനിങ് പോലെ ഒരു 1 month 2 month എങ്കിലും സാലറി ഒന്നും പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും നല്ല വർക്ക് വരുന്ന അല്ലെങ്കിൽ ഹൈ എൻഡ് ഫോണുകളൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ കയറിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുന്നത് മാത്രമാണ് ഈ ഒരു കോഴ്സ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈഗോ. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ മറ്റൊരു ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യൂല. അവനോട് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏജ് കുറഞ്ഞവനായിരിക്കും അവന്, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അവനോട് ചോദിക്കില്ല. അവൻ എന്നേക്കാൾ ഏജ് കുറഞ്ഞവൻ, അവനോട് ചോദിച്ചാൽ എൻ്റെ ഒരു വില ഇല്ലാണ്ടാവല്ലോ. ഇങ്ങനെ വിചാരിച്ച് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മറ്റുള്ളവരോട് ചോദിക്കുന്നത് മടി കാണിച്ച് നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും പ്രത്യേകിച്ച് അപ്ഡേഷൻ ആവാനോ ഈ മേഖലയിൽ നിങ്ങൾക്ക് സക്സസ് ആവാനോ കഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ടെക്നീഷ്യൻ അവന് നമ്മുടെ ഏജ് ഉള്ളവനോ ആ ഏജ് അല്ലാത്തവനോ ആയിക്കോട്ടെ, നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആരോടാണെങ്കിലും നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്യണം. അത് എന്ത് തന്നെ ഡൗട്ടാണെങ്കിലും നമുക്ക് ചോദിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് മടി വിചാരിക്കണം. പിന്നെ എന്ത് ഡൗട്ടും ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് അത് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് കൂടി നോക്കുന്നത്. നമുക്ക് ഒരുപാട് യൂട്യൂബായിട്ടും ഗൂഗിളായിട്ടും അതുപോലെ മറ്റുള്ള ഫോറം സൈറ്റുകളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്.
ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് നമുക്കിതൊന്നും നമുക്ക് ആ ഒരു നമ്മുടെ സംശയം ക്ലിയർ ആവുന്നില്ല എങ്കിൽ നമ്മളത് നമുക്കറിയുന്ന ടെക്നീഷ്യൻസിനോട് ചോദിക്കുക. നമ്മുടെ കൂടെ പഠിച്ചവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവരോ നമ്മളെക്കാൾ താഴ്ന്നവരൊക്കെ ആയിക്കോട്ടെ, നമ്മളത് ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്യണം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു അറിവ് കിട്ടൂ. പോയി നമുക്ക് കിട്ടിയാലൊരു അറിവാണ് അല്ലേ, പോയി എന്ന് കരുതിയ ഒരു വാക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു എന്താ പറയുക, എങ്ങനെ ഈ ഒരു മേഖലയിൽ സക്സസ് ആവാം എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഈ ഒരു ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പഴയ ആളുകൾ മാക്സിമം അപ്ഡേറ്റഡ് ആവാൻ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.